പൂച്ചയാ. ഞാൻ വിളിക്കുമ്പോഴോ ഒരു വിലയില്ല. അപ്പൻ വരട്ടെ അമ്മച്ചി, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പനിങ്ങ വരട്ടെ, ഞാൻ പറയുന്നുണ്ടടി. ഓ, അപ്പൻ ഇപ്പൊ ഞങ്ങളെ ശരിയാക്കാൻ പോവല്ലയോ? ഇങ്ങനെ നടന്നോ? നീ ഒന്നും ഗുണം പിടിക്കത്തില്ലടാ. ത്രേസി, എന്നതാടി നീ പറയുന്നേ? ഗുണം പിടിക്കത്തില്ലെന്നോ? ആരാടി ഗുണം പിടിക്കാതെ? കർത്താവിനെ സേവിക്കുന്ന വായിൽ നിന്ന് മറോടി കയ്പിന്റെ വാക്ക് പുറപ്പെടുന്നത്. അയ്യോ അല്ല ചായ, ഈ പിള്ളേർക്കൊരു ദൈവഭയവും ഇല്ല. അതുകൊണ്ട് ശകാരത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോയത്. നമ്മുടെ മക്കൾ മൂന്നും അനുഗ്രഹിക്കപ്പെടുമടി. ദൈവം അവരെ അനുഗ്രഹിക്കും. നമുക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാം മക്കളെ. എന്നതാടാ മോനെ ബോബ കാര്യം? അപ്പാ, ഫീസ് കൊടുക്കാത്തതിന് എന്നെ എത്ര തവണ വിളിപ്പിച്ചെന്നറിയാമോ? എനിക്ക് നാണം കെടാൻ വയ്യ. മോനെ, അപ്പൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാണ്. ദൈവം അതിനുള്ള വഴി തുറക്കും. ദൈവം തരുവടാ. ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് നാളെ. അപ്പാ, അപ്പൻ ഉപസിച്ച് പ്രാർത്ഥിച്ചാൽ എവിടുന്ന് കിട്ടാനാ? വല്ല കടം മേടിച്ച് താപ്പാ. മോനെ, കുഞ്ഞച്ചന് ഉപദേശി ഇതുവരെ ആരോടും കടം മേടിച്ചിട്ടില്ലടാ. പക്ഷേ ദൈവം കുഞ്ഞച്ചന് വഴിയൊരുക്കാറേ ഉള്ളൂടാ. എന്തായാലും ആകട്ടെ, നാളെ എനിക്ക് ഫീസ് കൊടുത്താൽ മതി. കർത്താവേ, എനിക്കൊരു വഴിയുമില്ല, നീ തന്നെ വഴി ഒരുക്കണമേ നാഥാ. അമ്മച്ചിയെ, ഒരു ചായ എടുത്തേ. അലറാതിരിയടാ, എനിക്ക് 2 കൈയേ ഉള്ളൂ. അരിയൊക്കെ ഫ്രീ ആയിട്ട് മതി അമ്മച്ചി. മോനെ ബിനു, നിന്റെ ജോലിയുടെ ഇന്റർവ്യൂ എന്നതായടാ? ഓ, അതൊക്കെ അങ്ങനെ നടക്കും. അപ്പാ, നമുക്കൊരു ബൈക്ക് വാങ്ങണം. എല്ലാവർക്കും ഉണ്ട്, നമുക്ക് മാത്രം ഒന്നുമില്ല. ഞങ്ങൾ മാത്രമാ സ്കൂളിലും കോളേജിലും ഒക്കെ നടന്നു പോയത്. എല്ലാവർക്കും കാറും ബൈക്കും ഒക്കെ ഉണ്ട്. എന്തിനാടാ ഇതൊക്കെ? നമുക്ക് നമ്മുടെ കർത്താവില്ലയോടാ? അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും അവൻ തന്റെ മഹത്വത്തിനൊത്തോളം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം മക്കളെ. ഓ, ഈ അപ്പന്റെ ഒരു കാര്യം എന്തു പറഞ്ഞാലും കർത്താവ് മതി. ഞങ്ങൾ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ അപ്പന് മനസ്സിലാക്കില്ല. അച്ചായോ, ഇന്നും കൂടി അരിയേ ഉള്ളൂ. പിള്ളേർക്ക് നാളെ എന്നാ കൊടുക്കും? കർത്താവ് തരുമടി. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ നിലവിളിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാൻ വഴി തുറക്കുമടി ത്രേസി. ആ, ഇത് ഞാനാ, തെക്കേപ്പാട്ടെ തങ്കച്ചനാന്നേ. ആ, തങ്കച്ചനാണോ? എന്നതാണോ ഈ കൊച്ചുകുളപ്പം കാലത്ത്? എന്റെ ഉപദേശി, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. നേരെ ഒന്ന് വെളുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതെന്നാ പറ്റി തങ്കച്ച? ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു. കുഞ്ഞച്ചൻ ഉപദേശി മുട്ടുമ്പേ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും കരയുന്നതും. പിന്നെ ഞാനൊരു ശബ്ദവും കേട്ടു, തങ്കച്ച പോയി കുഞ്ഞച്ചനെ സഹായിക്കാൻ. തമ്പുരാനെ, എന്റെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ എത്തിയല്ലോ നാഥാ. ഉപദേശി അങ്ങോട്ട് പിടിച്ചേ. 1 മാസത്തേക്കുള്ള സാധനങ്ങളാ, പിന്നെ കുറച്ച് പൈസയും ഉണ്ട്. പിന്നെ പ്രാർത്ഥന എന്നെയും എന്റെ കുടുംബത്തെ ഓർക്കണമേ. എന്നാ ശരി, ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. തങ്കച്ച, ദൈവം താങ്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ത്രേസി, ബോബാ, എടാ മക്കളെ ഇങ്ങോട്ട് വന്നേടാ. എന്നാ അച്ചായ? എന്നതാ അപ്പച്ച? എടാ ബോബാ, കണ്ടോടാ നിന്റെ ഫീസ്. എടി ത്രേസിയെ, നിനക്കുള്ള അരിയും സാധനങ്ങളും ഇതാ. ഏരിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം കുഞ്ഞച്ചിന് വേണ്ടി തങ്കച്ചനെ അയച്ചടി. ഇപ്പോൾ മനസ്സിലായ മോനെ ബോബാ, നമുക്ക് ലോകത്തേക്കാൾ വലുത് കർത്താവാണെന്ന്. ഓ, എന്റെ ദൈവത്തിന് മഹത്വം. ഇന്ന് പിള്ളേർക്ക് എന്നാ കൊടുക്കുമെന്നോർക്ക് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ. ദൈവത്തിന് മഹത്വം. ദാ മോനെ ബോബാ, നിന്റെ ഫീസ്. ശരി അപ്പച്ച, ദൈവം എത്ര വലിയവനാ. കുഞ്ഞച്ചനുപദേശിയും ത്രേസിയും ഒക്കെ കാലത്തിന്റെ തികവിൽ പിതാക്കന്മാരോട് ചേർന്ന് മക്കൾ മൂവരും വിവിധ രാജ്യങ്ങളിലെത്തി ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടു. അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് നിമിത്തം ദൈവം അവരെ അനുഗ്രഹിച്ചു. ബിനു അമേരിക്കയിലും ബോബൻ കാനഡയിലും മിനി ലണ്ടനിലും എത്തി. ഇതാ അവർ തങ്ങളുടെ ഭവനത്തിൽ വീണ്ടും ഒരു ഒത്തുചേരലിനായി വരുന്നു. എടാ മക്കളെ, നിങ്ങളൊക്കെ തടിച്ചങ്ങ് കൊഴുത്തല്ലോടാ. എന്തുണ്ടായിട്ട് എന്താ കാര്യം അച്ചായ? അപ്പനും അമ്മയും എല്ലായിരുന്നോ നമ്മുടെ എല്ലാം? അതെ, നമുക്കിപ്പോ കാറിന് കാറും ബൈക്കിന് ബൈക്കും പണവും ഒക്കെ ആയി. സമ്പൽ സമൃദ്ധിയിലെത്തി.
ഇതിനൊക്കെ കാരണം നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥന ഒന്ന് മാത്രമാ. സത്യമാ, ഞാൻ ഒരു ബൈക്കിന് വേണ്ടി അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞ വാക്ക് എപ്പോഴും എന്റെ ചെവിയിലുണ്ട്. നമുക്ക് കർത്താവില്ലേടാ, അത് പോരെ. എനിക്ക് എന്റെ കർത്താവിനെ മതി അച്ചായ. ഞാൻ എന്റെ ജോലിയൊക്കെ നിർത്തിയിട്ടാ എനിക്ക് പോകുന്നത്. എനിക്ക് എന്റെ അപ്പന്റെ ആഗ്രഹം പോലെ കർത്താവിനെ സേവിച്ചാൽ മതി. സൂസിയും പിള്ളേരും കാനഡയിൽ തന്നെ നിൽക്കുക, ഞാൻ ഇവിടെ തന്നെ കൂടാൻ പോവുകയാണ്. എന്റെ അപ്പന്റെ ഉപദേശി എന്ന വിളിപ്പേര് ഞാൻ നിലനിർത്തട്ടെ. ദൈവം അച്ചായനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയേക്കാൾ വലിയൊരു ഉദ്യോഗം വേറെ എന്നാ ഉള്ളേ? ദൈവത്തിന് മഹത്വം. നമ്മുടെ മക്കളും സമ്പത്തിനേക്കാൾ ഉപരി നമ്മുടെ അപ്പൻ സേവിച്ച ദൈവത്തെ സേവിക്കട്ടെ. നമുക്കും അപ്പനെ പോലെ പ്രാർത്ഥനയിലും ഉപവാസവുമായി ഒരു വിശുദ്ധ ജീവിതം നയിച്ച് നിത്യത പ്രാപിക്കാം. ഈ കഥയിൽ